മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് പറയാൻ ഒരു ഉപനിഷത്തിന്റെ ശ്ലോകം എടുക്കുകയാണ്. ഉപനിഷത്ത് പറയാനല്ല, കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ്. ഉപനിഷത്തിലൊരു ശ്ലോകമുണ്ട്, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. അതിന്റെ അർത്ഥം മാത്രം പറയാം, വ്യാഖ്യാനമൊന്നുമില്ല. സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട്, ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് ഹിരൺമയേന പാത്രേണ എന്ന് പറയുന്നതിന് പകരം മൃണ്മയേന പാത്രേണ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം കൊണ്ട്. ഹിരൺമയേന പാത്രേണ എന്ന് വെച്ചാൽ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ പാത്രം കൊണ്ടാണ്. മൃണ്മയേന പാത്രേണ ചെളി കൊണ്ട്, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം കൊണ്ട് സത്യസ്യാഭിഹിത മുഖം, സത്യത്തിന്റെ മുഖം മൂടിയിരിക്കുകയാണ്. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാത്രം കൊണ്ട് സത്യത്തിന്റെ മുഖം മൂടിയിരിക്കുന്നു. തത്വം പൂഷന്നപാവൃണു സത്യധർമായ. എന്താണ് സത്യം, എന്താണ് ഇവിടെ നടക്കുന്ന ധർമ്മം എന്നറിയണമെങ്കിൽ ആ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മൂടിയെടുത്ത് മാറ്റണം. കഴിഞ്ഞ ആഴ്ചകളോളമായിട്ട് നമ്മൾ 5ഉം 8ഉം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന പത്രങ്ങള്, 10, 200, 300 രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനലുകള്, ഇവരെല്ലാം ഒരു വ്യക്തിയുടെ പുറകെ പോവാണ്. ഒരു വ്യക്തിയുടെ പുറകെ. പണ്ട് TP ചന്ദ്രശേഖരൻ മരിച്ചപ്പോഴത്തേക്കും പത്രമാധ്യമങ്ങൾ നിറഞ്ഞിരുന്നത് മുഴുവൻ അതാണ്. ഇപ്പോ ഒരു വ്യക്തിയുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, രാപ്പകല്. അത്ഭുതം തോന്നും. ലോകത്തിലെ സ്റ്റാൻഡേർഡ് ദേശീയ പത്രങ്ങൾ പോലും ഇതുമാതിരിയുള്ള സെൻസേഷണൽ അല്ലാത്ത, സെൻസേഷണൽ ആക്കിക്കൊണ്ടുപോയ ഒരു ചവിട്ട് നാടകം എല്ലാവർക്കും അറിയാം. ഇടുക്കിയിലും മൂന്നാറിലും ഒക്കെ എന്താ സംഭവിച്ചത് അവസാനം? കേരളത്തിൽ കഴിഞ്ഞ 1.25 വർഷമായിട്ട് നടക്കുന്നതെല്ലാം എവിടെ ചെന്ന് പര്യവസാനിക്കുന്നു? 1 ദിവസം, 2 ദിവസം, 5 ദിവസം, 10 ദിവസം പത്രമാധ്യമങ്ങൾ നിറഞ്ഞിരിക്കും. പിന്നെ പൂട പോലും ഇല്ലാത്ത പോലെ അത് മൺമറയും. പിന്നെ അത് തിരിച്ചു വരികയില്ല. അങ്ങനെ ഭയാനകമാം വിധത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കഥ അല്ല ചരിത്രം അല്ല വസ്തുത, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും ഈ കേരളത്തില് ഇന്ന് വരെ ഇല്ലാത്ത വിധത്തില് ഡെങ്കിപ്പനിയും, ചിക്കൻ ഗുനിയ, റാറ്റ് ഫീവർ, മലേറിയ, ഡോക്ടർമാരുൾപ്പെടെ ഓരോ ദിവസവും 5ഉം 8ഉം 10ഉം പേര് മരിക്കുന്നു. ഗുജറാത്തിൽ പണ്ട് പ്ലേഗ് വന്നപ്പോൾ പോലും ഇത്രയും പേര് മരിച്ചിട്ടില്ല. അതുപോലെ ഒത്തിരി പ്രശ്നങ്ങൾ, പൊന്മുടിയില് നടക്കുന്ന കാര്യങ്ങള്, മൂന്നാറില് ഈ ലാൻഡ് തിരിച്ചു പിടിക്കാനായിട്ട് ഉണ്ടാക്കിയവരൊക്കെ പറഞ്ഞയച്ചു കഴിഞ്ഞു. എന്തൊക്കെയോ എവിടേക്കോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ട സ്ഥലത്ത് പ്രസിദ്ധീകരിക്കാതെ, ചർച്ചകളും മറ്റെല്ലാം, ബോംബെയിൽ നിന്ന് കുറെ സ്ത്രീകളെ ഏഷ്യാനെറ്റിലേക്ക് വിളിച്ചിട്ട് കുറെ അധികം ചീത്ത പറയുന്നത് കേട്ടു. യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ കേട്ടു. ഞങ്ങൾ ഈ ചവിട്ടുനാടകം കാണാനും കേൾക്കാനും ഒന്നുമല്ല ഏഷ്യാനെറ്റ് കേബിള് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണനും അതിനെക്കുറിച്ച് പറയുകയുണ്ടായി കുറെ കാര്യങ്ങൾ. ഏതായാലും അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. എനിക്ക് വേദന തോന്നി. ഈ വലിയ മൂടി, സിനിമാ നടന്റെ മൂടി വെച്ച് കേരളത്തിൽ ഇന്ന് നടക്കുന്ന സകല പ്രശ്നങ്ങളും കവർ ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന സകല പ്രശ്നങ്ങളും എല്ലാം കവർ ചെയ്യുന്നത് ഈ പ്രത്യേക വാർത്തയിലൂടെയാണ്. ആ വാർത്ത ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സംഭവം പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേടാനുള്ളവരെല്ലാം നേടുന്നു, ചെയ്യാനുള്ളവരെല്ലാം അവർക്ക് തോന്നിയത് ചെയ്യുന്നു. അതെല്ലാം ഈ പാത്രത്തിന്റെ ചുവട്ടില് ആരും കാണാതെ അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തില് ഒന്ന് ചിന്തിച്ചു നോക്കാം. മൃണ്മയേന പാത്രേണ, മണ്ണുകൊണ്ടുണ്ടാക്കിയ, ചെളി കൊണ്ടുണ്ടാക്കിയ പാത്രം കൊണ്ട് സത്യസ്യാഭിഹിതം മുഖം, സത്യത്തിന്റെ മുഖം മൂടിയിരിക്കുന്നു. തത്വം പൂഷന്നപാവൃണു, ആ
ചെളി കൊണ്ടുള്ള പാത്രം നിങ്ങൾ എടുത്തു മാറ്റിയാൽ എന്താ സംഭവിക്കുക? സത്യത്തിന്റെ മുഖം കാണാം. അത് കാണാതിരിക്കാനാണ് എന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഒട്ടും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ചവിട്ട് നാടകമൊക്കെ പത്രമാധ്യമങ്ങളുടെ 1-ാം പേജിൽ, ഏതായാലും ഇന്ന് മാതൃഭൂമിയുടെ 1-ാം പേജിൽ ചെറിയൊരു വാർത്തയേ ഉള്ളൂ. അതല്ലെങ്കിൽ കർക്കിടകത്തിലെ രാമായണം പോലും സിനിമാ നടനെ കൊണ്ട് നിറയുമായിരുന്നു. ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്ന കേരളം പരശുരാമൻ കോടാലി എറിഞ്ഞുണ്ടാക്കാൻ ഒരുപക്ഷെ കാരണം ഇതായിരിക്കാം. ലോകത്തിലെ ഒരു രാജ്യവും കോടാലി എറിഞ്ഞുണ്ടാക്കിയിട്ടില്ല. ഏതായാലും അന്നത്തെ നമ്മുടെ കയ്യിലിരിപ്പും ഇന്നത്തെ നമ്മുടെ കയ്യിലിരിപ്പും ശങ്കരാചാര്യര് പറഞ്ഞത് ആരംഭശൂര ഖലു കേരളീയ. കേരളത്തിന്റെ ഓരോ കോർണറിലും ഈ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു കൂമ്പാരമായിരിക്കാൻ, ഓരോ കോർണറിലും. അതെല്ലാം സിനിമാ നടന്റെ ചരിത്രത്തിലൂടെ കവർ ചെയ്തിരിക്കുന്നു. പ്രണാമം, നമസ്കാരം.